Good evening. Let's start with the new topics. ഇന്നത്തെ ടോപ്പിക്കുകൾ നമുക്ക് തുടങ്ങാം. So the first one we need to discuss about the Global Gender Gap Index, GGGI. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യം എങ്ങനെയാണ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷൻ ആണ് എല്ലാ വർഷവും റിലീസ് ചെയ്യുന്നത്? സോ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പോയിന്റ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഫോർ 2022 വാസ് റിലീസ്ഡ് ബൈ ദ വേൾഡ് എക്കണോമിക് ഫോറം. അപ്പൊ ആൻസർ ഈസ് വേൾഡ് എക്കണോമിക് ഫോറം. ഇങ്ങനെയാണ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഞാൻ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകും. സോ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ദ ഫസ്റ്റ് ടോപ്പിക് നമ്മുടേത്. ആ ഫസ്റ്റ് ടോപ്പിക്കില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ആരാണ് ഇത് റിലീസ് ചെയ്യുന്നത്? സോ വേൾഡ് എക്കണോമിക് ഫോറം. അനൈന, എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാം സാർ. സ്ക്രീൻ കാണാമല്ലോ? കാണാം. ഗുഡ്. ഓക്കെ, സോ അതെന്താണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. യെസ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിൽ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ പറയുമ്പോൾ തന്നെ, ഞാൻ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഫ്രെയിം യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചോദ്യങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പഠിക്കണം. സോ ഇനി ആ പേര് നോക്കാം, ഗ്ലോബൽ. ഓക്കെ, സോ ഇന്റർനാഷണലി ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ഇപ്പൊ ജെൻഡർ മീൻസ് മെയിൽ ഫീമെയിൽ, ആ ഒരു ജെൻഡർ, അവർ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ജോലി അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിട്ട് ഏറ്റവും സ്ട്രോങ് ആരാ, വീക്ക് ആരാ, ജോലി കൂടുതൽ കിട്ടുന്നത് ആരാണ്, ജോലി കുറവ് കിട്ടുന്ന ആരാണ്, ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് ഈ വേൾഡ് എക്കണോമിക് ഫോറം ഒരു ഇൻഡെക്സിന്റെ മലയാളം എന്താണ്? ഇൻഡെക്സിന്റെ മലയാളമാണ് സൂചിക. സൂചിക മീൻസ് ഇറ്റ് ഈസ് എ ഇൻഡിക്കേഷൻ തരുവാണ് ഇന്ന കാര്യങ്ങൾ. അപ്പോ നമ്മുടെ രാജ്യത്തും ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളിലും ജെൻഡറുകൾ തമ്മിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അവർ തമ്മിലുള്ള വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയിലാണ്? എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ, പൊളിറ്റിക്കൽ എംപവർമെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ചില 4 കീ ഡയമെൻഷൻസ്, 4 രീതികളില് എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ രാജ്യങ്ങളും ഫസ്റ്റ് റാങ്ക് ഈ രാജ്യം, സെക്കൻഡ് റാങ്ക് ഈ രാജ്യം, അങ്ങനെ റാങ്ക് ലിസ്റ്റ് പോലെ പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയാം. നത്തിങ് ബിഗ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? റാങ്ക് കൊടുക്കാൻ വേണ്ടി അവര് സ്കോർ കൊടുക്കും. സോ GGG ഇൻഡെക്സ് പ്രൊവൈഡ് സ്കോർ ബിറ്റ്വീൻ 0 and 1. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കണം? 1 ഷോസ് 1. ഇപ്പൊ ഇന്ത്യക്ക് 1 എന്നുള്ള മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ഫുൾ ജെൻഡർ പാരിറ്റി, 0 ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻപാരിറ്റി. നല്ല ഡിഫറൻസ് ഉണ്ടെന്ന്, അത്രേ ഉള്ളൂ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് റാങ്കിങ് നമുക്ക് നോക്കാം. അപ്പൊ ലോകത്തിലെ 10 ടോപ്പ് എക്കണോമിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഐസ്ലൻഡ് എന്ന രാജ്യം 90% ഗ്ലോബൽ റാങ്കിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഫിൻലാൻഡ് വരുന്നുണ്ട്, നോർവേ വരുന്നുണ്ട്, അങ്ങനെ 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 താവട്ടെ. ഇന്ത്യയുടെ സ്ഥാനം കണ്ടോ? 146 രാജ്യങ്ങൾ ടോട്ടൽ ഉള്ളതില് 135 സ്ഥാനത്താണ് ഇന്ത്യയുടെ പെർഫോമൻസ്. വളരെ മോശം പെർഫോമൻസ് ആണ്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അത് കമ്പാരിറ്റീവ്ലി അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് എ ഗ്ലോബൽ പോപ്പുലേറ്റഡ് രാജ്യമാണ്. വലിയൊരു പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് ഈ വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ആക്കി ജീവിക്കുക അല്ലെങ്കിൽ ഒരുപോലെ ആക്കി രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഐസ്ലൻഡോ അല്ലെങ്കിൽ ഫിൻലാൻഡോ നോർവേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ രാജ്യവും കുറച്ച് ജനങ്ങൾ മാത്രമേ താമസമുള്ളൂ. ഇന്ത്യ ഒത്തിരി ജനങ്ങളും ചെറിയ രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടിണിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, പോവർട്ടിയോ ഫുഡിന് ഷോർട്ടേജ് ഒക്കെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. പക്ഷെ നോർവേയിൽ ഐസ്ലൻഡിലോ ഒന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ ദിസ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് വിച്ച് ഐ നീഡ് ടു ഡിസ്കസ് ടുഡേ. ഇറ്റ് ഈസ് എ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഓക്കെ, ഇനി അതിന് താഴെ കുറച്ച് പോയിന്റുകളുണ്ട്. ഇന്ത്യയുടെ പെർഫോമൻസ് കുറയാനുള്ള കാരണമൊക്കെ. സോ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇന്ത്യ കൂടാതെ വേറെ സ്ഥാനത്ത് ഇന്ത്യക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് 71, നേപ്പാൾ 96, അങ്ങനെ ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ്
വായിച്ച് മനസ്സിലാക്കിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക് വിച്ച് ഐ നീഡ് ടു ഡിസ്കസ്. അപ്പൊ നോക്കൂ, ഫസ്റ്റ് ടോപ്പിക്കില് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് നോക്കുക. ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യണത്, ഇതിന്റെ സ്കോർ എവിടെ 10 തൊട്ട് 20 വരെയാണോ 1 തൊട്ട് 5 വരെയാണോ അങ്ങനെ ചോദിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ സ്കോർ കിട്ടിയ രാജ്യം ഏതാണ്, ഇന്ത്യയുടെ പൊസിഷൻ ഏതാണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, രണ്ടാമത്തെ ടോപ്പിക് ഇന്നത്തേത് എലക്ഷന്റെ സിമ്പൽ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇന്ത്യയില് നമുക്ക് ഇന്ത്യ എന്നുള്ള രാജ്യത്ത് എലക്ഷൻ നടക്കുന്നുണ്ട്. എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഹാവിങ് എ ഡെമോക്രസി, ഡെമോക്രാറ്റിക് ആണ് ഉണ്ടാവുക. അപ്പൊ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ തന്നെ എന്തുണ്ടാവണം, ഇവിടെ ഇലക്ഷൻ ഉണ്ടാവണം. എന്ത് എലക്ഷൻ ആയിരിക്കണം? ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ആയിരിക്കണം. വളരെ വലിയ ബുദ്ധിമുട്ടുകളോ ഭീകരാന്തരീക്ഷമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വളരെ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ആയിരിക്കണം. അപ്പൊ ഈ എലക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എലക്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അവിടെ 2 പേരുണ്ടായിരിക്കും. 2 പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു, മറ്റേയാളെ വേണ്ടെന്ന് വെക്കുന്നു. ഇതാണല്ലോ എലക്ഷൻ. അപ്പൊ ഒരാളെ സെലക്ട് ചെയ്ത് മറ്റേയാളെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഓരോരുത്തർക്കും എന്തുണ്ടായിരിക്കണം? ഓരോരുത്തർക്കും ഓരോ സിമ്പൽ കൊടുക്കും. അപ്പൊ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത് പൂവാണെങ്കിൽ മറ്റേയാൾക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സിമ്പൽസ് കൊടുത്തിട്ട് ആ സിമ്പൽസിനെ ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ പൂവാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇയാളെ ചൂസ് ചെയ്യും, ഞാൻ പക്ഷിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇയാളെ ചൂസ് ചെയ്യും. അങ്ങനെ എലക്ഷൻ സിമ്പൽസ് നമ്മൾ അലോട്ട് ചെയ്യാറുണ്ട്. പത്രത്തില് ഇതെന്തുകൊണ്ടാണ് റീസെന്റ് വന്നതെന്ന് വെച്ചാല്, നമ്മുടെ മഹാരാഷ്ട്ര എന്നുള്ള സ്ഥലത്ത്, മഹാരാഷ്ട്രയില് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മറാഠകൾ എന്ന് പറയും, നമ്മൾ മലയാളി തമിഴന്മാരെന്ന് പറയുന്ന പോലെ മറാഠി ഭാഷ സംസാരിക്കുന്ന ലാംഗ്വേജ് ബേസിൽ സംസാരിക്കുന്ന അവരെ മഹാരാഷ്ട്രക്കാർ അല്ലെങ്കിൽ മറാഠകൾ എന്ന് വിളിക്കും. മറാഠകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മറാഠകൾക്ക് അവരുടേതായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു വിചാരമുണ്ട്. അതായത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങൾ മറാഠക്കാരാണ്, പ്രത്യേക ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട് അവർക്ക്. അങ്ങനെയുള്ള ചില പോളിസികളെയാണ് നമ്മൾ പറയാ സൺസ് ഓഫ് സോയിൽ പോളിസി. ഞങ്ങളുടെ മണ്ണ്, ഞങ്ങൾ ഇവിടെ ഉള്ളവരാണ്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞപ്പോൾ മലയാളികളായ ഞാൻ അവിടെ പോയി മഹാരാഷ്ട്ര ജോലിക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അവരുടെ ആദ്യത്തെ ചോദ്യം, നീ മലയാളിയല്ലേ, നീ എന്തിനാ ഇവിടെ വന്നതെന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ വളരെ ഫീലിംഗ് ഉള്ള മഹാരാഷ്ട്രയിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ശിവസേന എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, ശിവസേന എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി വളരെ പ്രോമിനന്റ് ആൻഡ് പവർഫുൾ ആണ്. ഈവൻ ദോ ഇപ്പോഴും അതെ. പക്ഷെ പണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയ പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫൗണ്ടർ, അത് തുടങ്ങിയ ആളുടെ പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ബാൽ ഠാക്കറെ. ബാൽ ഠാക്കറയുടെ കീഴിലാണ് ഈ ശിവസേന. അപ്പൊ ഈ ശിവസേന എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ സിമ്പൽ ഒരു കടുവയാണ്. കടുവയാണോ പുലിയാണോ? കടുവ പോലെ സാധനമാണ്. കടുവയാണ് അവരുടെ സിമ്പൽ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് പറ്റിയെന്ന് വെച്ചാൽ, റീസെന്റ് ഈ മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന പാർട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഒരു ടീമിന്റെ എയുടെ കൂടെയും ബിയുടെ കൂടെയും. അപ്പം എക്സാക്ട്ലി പറയുവാണെങ്കിൽ ശിവസേനയുടെ ഫൗണ്ടർ ആയിട്ടുണ്ടായിരുന്ന ബാൽ ഠാക്കറെയുടെ മകൻ, ഓക്കെ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ബാൽ ഠാക്കറെയുടെ മകനുണ്ട്. മകന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ശിവസേന എന്നുള്ള പേരിലും, എന്നാൽ അതേപോലെ തന്നെ ബാൽ ഠാക്കറെയുടെ ശിഷ്യനായിട്ടുള്ള ഏകനാഥ് ഷിൻഡെ, ഓക്കെ, ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ആളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ശിവസേന 2ആയിട്ട് മുറിഞ്ഞു. അപ്പൊ 2ആയിട്ട് മുറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എലക്ഷൻ സിമ്പലിന് വേണ്ടി അവർ രണ്ടുപേരും കടുവ എന്ന സിമ്പലിന് വേണ്ടി മത്സരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പത്രത്തില് ഒരു ന്യൂസ് ആയിട്ട് വരാൻ. അപ്പൊ എലക്ഷൻ സിമ്പൽ എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ എലക്ഷൻ നടക്കാൻ വേണ്ടി ഇലക്ടോറൽ സിമ്പൽസ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് സിമ്പൽ അലോക്കേറ്റഡ് ടു എ പൊളിറ്റിക്കൽ പാർട്ടി. അപ്പൊ അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഡ്യൂറിങ് ദിയർ ക്യാമ്പയിനിങ് ആൻഡ് ദി സെയിം സിമ്പൽ വിൽ ബി ഷോൺ ഓൺ ദ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ്. ആ വോട്ടിംഗ് മെഷീനിൽ ആ സിമ്പൽ കാണും. അതിലാണ് ഞാൻ നിങ്ങളെ പോലെ ആൾക്കാർ പോയിട്ട് പ്രസ് ചെയ്യുമ്പോൾ വോട്ട് കിട്ടുക. അപ്പൊ എന്തിനാണ് ഇങ്ങനെ സിമ്പൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ ഇന്ത്യക്കാർക്കും വായിക്കാനും എഴുതാനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് വോട്ടിംഗ് ബൈ ദ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. ദാറ്റ് ഇസ് ദ റീസൺ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇതാണ് എലക്ഷൻ സിമ്പിൾസുമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ 1960 തൊട്ട് തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷനാണ് എല്ലാവർക്കും ഈ സിമ്പിൾസ് കൊടുക്കുക. അപ്പൊ ഇതിനു വേണ്ടി
നമ്മളൊരു ആക്ട്, ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്, ഇലക്ഷൻ സിംബൽ റിസർവേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓർഡർ 1968. ഓക്കെ, ഇത് പ്രകാരമാണ് ഇന്ത്യയിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും, നാഷണൽ പാർട്ടി ആയിക്കോട്ടെ സ്റ്റേറ്റ് വൈസ് പാർട്ടി ആയിക്കോട്ടെ, അവർ ഇലക്ഷന് വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ആ ഇലക്ഷൻ അവരുടെ വോട്ടിംഗ് മെഷീനിലും വോട്ടിങ്ങിന്റെ പരസ്യത്തിലും പോസ്റ്ററിലും ഒക്കെ അവര് പബ്ലിഷ് ചെയ്യും. അപ്പൊ 1968 ഈ ഇലക്ഷൻ സിംബൽ റിസർവേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓർഡർ ആണ് ഈ സിംബലുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് താഴെ കുറച്ച് കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിൾ വരുന്നത് സുപ്രീം കോർട്ട് അപ്ഹെൽഡ് വാലിഡിറ്റി ഇൻ ദ സാദിഖ് അലി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ 1971 ഒരു കേസ്. അത് വേറെ ഒന്നുമില്ല, ഇലക്ഷൻ കമ്മീഷൻ ആണ് ഈ സിംബൽ ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം തീരുമാനിക്കുന്നത്. വേറെ ആർക്കും ഒരു ചോദ്യം ചെയ്യാനുള്ള അവകാശം. ഓക്കെ, അപ്പൊ റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു 2 പേജുകളിൽ പഠിച്ചത്? ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മൾ എന്താ പഠിച്ചത്? ഇലക്ഷൻ സിംബൽസ്. ഇലക്ഷൻ സിംബൽ നമ്മൾ എന്തെങ്കിലും ആക്ട് ഓർഡർ പഠിച്ചോ? 68 ഓർഡർ പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ ഈസ് എ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻ ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് HPV വാക്സിൻ. ഈ വാക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് നമ്മുടെ കൊറോണ പോലത്തെ വാക്സിൻസ് ഒക്കെ നമ്മൾ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ, ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ട്, അല്ലെങ്കിൽ ഫാക്ടറികൾ നമ്മൾ പറയും. അത് ഇന്ത്യയിലെ ഏറ്റവും വലുത് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് കാറ്റഗറി പെടുന്നതാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, SII. ഓക്കെ, അപ്പൊ അവര് ഒരു വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ദാറ്റ് ഇസ് സെർവാവാക്. അതായത് സെർവാവാക് എന്നുള്ള പേര് വരാൻ വേറൊന്നുമില്ല, സെർവിക്കൽ ക്യാൻസറിന് ഉള്ള വാക്സിൻ ഉണ്ട്. അപ്പൊ സെർവ എന്ന് പറഞ്ഞാൽ സെർവിക്കൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാക്ക് എന്ന് പറയുന്നത് വാക്സിൻ. അപ്പൊ ഇങ്ങനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയ ഈ പുതിയ സെർവാവാക് എന്ന ഈ ഒരു വാക്സിന് ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അപ്രൂവൽ കൊടുത്തു എന്നുള്ളതാണ് ന്യൂസ്. അപ്പം ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഇന്ത്യയില് വാക്സിൻ ഉണ്ടാക്കുന്നത് ഏത് കമ്പനിയാണ്? സെറം. 2, നിങ്ങൾക്ക് എന്താ മനസ്സിലായ? ഏത് കമ്പനി ഏത് വാക്സിൻ ഉണ്ടാക്കിയാലും ഇന്ത്യയിലെ മാർക്കറ്റിൽ അത് വിൽക്കണമെങ്കിൽ ആരുടെ അപ്രൂവൽ വാങ്ങിക്കണം? DGCIയുടെ അപ്രൂവൽ വാങ്ങിക്കണം. അപ്പം ഈ ന്യൂസിൽ എന്താണ് പ്രത്യേകത? ഈ ന്യൂസിൽ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടി അല്ലെങ്കിൽ സെർവിക്കൽ പോർഷനിൽ ഉണ്ടാവുന്ന ക്യാൻസറിലെ ക്യൂർ ചെയ്യാൻ വേണ്ടി വാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ന്യൂസ്. അപ്പം ഇത് സെർവാവാക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഫസ്റ്റ് ക്വാഡ്രിവാലന്റ് ഹ്യൂമൻ പാലിലോമ വൈറസ് വാക്സിൻ. ഓക്കെ, സോ QHPV വാക്സിൻ എന്നാണ് നമ്മളിത്. ഇത് പെൺകുട്ടികൾക്ക്, വുമണില് സെർവിക്കൽ ക്യാൻസർ വരാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെഷേഴ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് HPV വാക്സിൻ. ഓക്കെ, അപ്പം എന്താണ് സെർവിക്കൽ ക്യാൻസർ? സെർവിക്കൽ ക്യാൻസർ ഈസ് കോമൺലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കാത്തത് കൊണ്ട് സെർവിക്കൽ ക്യാൻസേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് ഫ്യൂച്ചറിൽ ആൾക്കാർക്ക് അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ വാക്സിൻസ് ഇൻജെക്ട് ചെയ്യുവാണെങ്കിൽ ആ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിനെ, ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന വാക്സിൻ ആണ് സെർവാവാക്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ദിസ് ന്യൂസ് ഈസ് വെരി പ്രോമിനന്റ്. ഓർത്തു വെക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ താഴെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് വായിച്ചു വെക്കുക. മറ്റു ചില കമ്പനികളുടെയും മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെർവാറിക്സ് ബൈ ഗ്ലാക്സോസ്മിത്ക്ലൈൻ എന്ന കമ്പനിയുടേത് അങ്ങനെ കുറച്ച് ഓൾറെഡി ഉണ്ട്. സോ നമ്മുടെ തന്നെ സ്വന്തമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് ന്യൂസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ കാര്യം. ഓക്കെ, സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇറ്റ്സ് അബൌട്ട് ദ ക്ലീൻ എനർജി ടാർഗറ്റ്സ്. പേര് തന്നെ അറിയാം, ക്ലീൻ എനർജി. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കൽക്കരികൾ കത്തിച്ച് തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ വിൻഡ് എനർജി ഉണ്ട്, കാറ്റിൽ നിന്ന്, പിന്നെ വെള്ളം തടഞ്ഞു നിർത്തി ഡാമുകൾ ഉണ്ടാക്കി ഡാമിൽ ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് നമ്മൾ നടത്തുന്നു. ഓക്കെ, പിന്നെ നമുക്കുള്ളത് എന്താ? ടൈഡൽ പവർ പ്രൊജക്ട്സ്. പിന്നെ സോളാർ പാനലുകളിൽ നിന്ന് നമ്മൾ സോളാർ ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീൻ എനർജി ടാർഗറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് കുറച്ച് ഉണ്ട്. അപ്പൊ ഇന്ത്യ അതിന്റെ ഭാഗമായിട്ട് 165 GW റിന്യൂവബിൾ കപ്പാസിറ്റി
ഉണ്ട്, വിച്ച് ഇസ് അബൌട്ട് 41% ഓഫ് ദ 402 ജിഗാവാട്ട് ഇലക്ട്രിസിറ്റി ഇൻസ്റ്റോൾഡ്. അപ്പം വളരെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും വലിയ കമ്പനികൾ ഒരെണ്ണമാണ് റിലയൻസ് പോലെ അദാനി ഗ്രൂപ്പ്സ്. അപ്പൊ അദാനിയുടെ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെന്റും ഈ ക്ലീൻ എനർജി ഇൻവെസ്റ്റ്മെന്റിലാണ്. അപ്പൊ ഫ്യൂച്ചറിൽ അവർ കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യ റിന്യൂവബിൾ മേഖലകളിലേക്ക് വീണ്ടും ഉപയോഗിക്കാൻ, അപ്പൊ സോളാർ പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബൈ 2030 ആകുമ്പോഴേക്കും പ്രോമിനന്റ് ആയിട്ട് നമ്മൾ അത് മാത്രം ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടി COP26 committed to achieve 500 gigawatts installed electricity capacity from non-fossil fuel by the year 2030. അപ്പൊ 2030 കൂടി ഇന്ത്യയിൽ 500 ജിഗാവാട്ട്സ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇവിടെ COP എന്ന് എഴുതിയിട്ടുണ്ട് 26 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, കോർപ്പറേഷൻ ഓഫ് പാർട്ടീസ്. അതാണ് COP. അതായത് ആ മീറ്റിംഗിൽ കുറെ പേര് പങ്കെടുത്തു. അവർ 26 പേരുണ്ടായിരുന്നു, 26 രാജ്യങ്ങളുണ്ടെന്നും അവരെല്ലാം കൂടെ ചേർന്ന് ഒരു പാർട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും ഉള്ള ആ പാർട്ടിക്കാര്, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് തീരുമാനം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? 500 ജിഗാഹെർട്സ് ഇലക്ട്രിസിറ്റി ഫ്രം നോൺ ഫോസിൽ ഫ്യൂവൽ, പെട്രോൾ ഡീസലിൽ നിന്ന് ഉണ്ടാവാം. ദാറ്റ് ഇസ് എ ടാർഗറ്റ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തില് റിന്യൂവബിൾ എനർജി ഉണ്ടാക്കണമെങ്കിൽ ആ മേഖലകളിൽ കുറച്ചുകൂടെയൊക്കെ ഫിനാൻസും മൊബിലൈസേഷനും ഒക്കെ ചെയ്യേണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നിങ്ങളുടെ വീട്ടില് സോളാർ പാനൽ വെക്കാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSEBക്കാർ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ എന്റെ വീട്ടില് 100 മെഗാവാട്ടിന്റെ ഒരു സോളാർ പാനൽ വെച്ചു. അപ്പൊ എന്റെ വീട്ടിലേക്ക് 100 മെഗാവാട്ടിന്റെ സോളാർ പാനൽ വേണ്ട, എനിക്ക് 10 മതി. അപ്പൊ 90 മെഗാവാട്ട് കറണ്ട് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ, അത് യൂസ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ വരുന്ന 90 മെഗാവാട്ട് കറണ്ട് KSEBക്ക് അങ്ങോട്ട് കൊടുത്ത് KSEB ഇങ്ങോട്ട് പൈസ തരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ നല്ല, കേരളത്തിൽ ഇപ്പൊ തൃശ്ശൂർ പോലും പല വീടുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവര് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് KSEBക്ക് വിറ്റിട്ട് കാശ് വാങ്ങിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളിപ്പോ എന്താ ചെയ്യണേ? നമ്മൾ കറണ്ട് ഉപയോഗിച്ചിട്ട് KSEBക്ക് അങ്ങോട്ട് കാശ് കൊടുക്കുക. സോ അത് മാത്രമല്ല, ഈ സോളാർ പാനലൊക്കെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് നമുക്ക് സബ്സിഡികളും തരുന്നുണ്ട്. ഇപ്പൊ 1 ലക്ഷം രൂപയുടെ സോളാർ പാനലാണ് വെക്കുന്നതെങ്കിൽ 50,000 രൂപ ഗവൺമെന്റ് തരുന്നു, 50,000 രൂപ നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ നമ്മുടെ വീട്ടിൽ 1 ലക്ഷം രൂപയുടെ സാധനം വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറണ്ട് പോവില്ല. കാരണം എന്താ? നമ്മൾ സോളാർ ലൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പക്ഷെ പ്രശ്നമുണ്ട്, ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആകാശം കംപ്ലീറ്റ്ലി മൂടിക്കിടക്കുകയും സൂര്യപ്രകാശം ഒന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുക എന്നുള്ളത് വേറൊരു പ്രശ്നം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ക്ലീൻ എനർജി ടാർഗറ്റ്സ്. സോ അടുത്തതും ഇതുപോലെ തന്നെ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് വേറെ ഒന്നുമല്ല, ക്ലൈമറ്റിന്റെ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്. ക്ലൈമറ്റ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ ചൂടല്ല ഇപ്പോഴത്തെ ചൂട്, പഴയ മഴയല്ല ഇപ്പോഴത്തെ മഴ. സോ ദാറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ തമിഴ്നാടു ഗവൺമെന്റ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ഡിസ്ട്രിക്ട് ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ ഇൻ 38 ജില്ലകൾ. അപ്പം എല്ലാ ജില്ലകളിലും നിങ്ങൾക്കറിയാം ജില്ലാ കളക്ടർമാരുണ്ട്. അപ്പൊ തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ ജില്ലാ കളക്ടർമാര് ക്ലൈമറ്റിലെ മാറ്റങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചില മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഈ സംഭവം ന്യൂസിൽ വരാനുള്ള കാരണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ജില്ലാ കളക്ടർമാരെയാണ്, കളക്ടേഴ്സിനെയാണ് ഹെഡഡ് ആക്കി വെച്ചത്, ഇതിന് ഡയറക്ടേഴ്സ് ആക്കിയത്. അതുപോലെ തന്നെ ജില്ലയുടെ ഫോറസ്റ്റ് ഓഫീസർമാരെയും ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടി എങ്ങനെ ചെയ്യണേ? ഗ്രാസ് റൂട്ട് ലെവലിൽ, താഴെത്തട്ടിൽ തന്നെ പറഞ്ഞു കൊടുക്കണം, കാർബണിന്റെ ഉപയോഗം കുറയ്ക്കണം, അതുപോലെ ക്ലൈമറ്റ് എൻവയറമെന്റ് നശിക്കാത്ത രീതിയിലുള്ള പരിപാടികൾ നിങ്ങൾ ആലോചിക്കണം. ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ്. ഓക്കെ, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, റീസെന്റ് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഓക്കെ, തിരുവനന്തപുരത്ത് ഒരു മനുഷ്യൻ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി അതിന്റെ അകത്ത് പെട്ട് ശ്വാസം മുട്ടി മരിച്ചു പോയി എന്നുള്ള ന്യൂസ്. അപ്പൊ അങ്ങനെ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ തമാശയായിട്ട് നമ്മൾ കണ്ടത് എന്താ? നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തിന്റെ ഒരു മേയർ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനം ഇന്ത്യൻ റെയിൽവേനെ കളിയാക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ഒരു കേരളത്തിലെ ഒരു കോർപ്പറേഷനെ കളിയാക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഏറ്റവും വലിയ തമാശ എന്താണ്? ഈ പറഞ്ഞ കോർപ്പറേഷനും ഇതേ പറഞ്ഞ റെയിൽവേയും കൂടെ
അവിടുത്തെ ആൾക്കാര് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മറ്റു മനുഷ്യരെല്ലാവരും കൂടെ ഇട്ട അല്ലെങ്കിൽ പുറത്തേക്ക് കളഞ്ഞ ആ വേസ്റ്റ് പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് കൂടുകളും അടിഞ്ഞുകൂടിയിട്ടാണ് ആ മനുഷ്യൻ അതിനിടയ്ക്ക് വിട്ട് മരിച്ചുപോയത്. സോ എല്ലാ മനുഷ്യരും, ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അയാളുടെ മരണത്തില് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാനും നിങ്ങളോട് ചേർന്ന് നടത്തിയ ഒരു കമ്പൈൻഡ് കൂട്ട കൊലപാതകമാണ് അവിടെ നടന്നതെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എൻവയറമെന്റിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു രീതിയിൽ നിങ്ങളാണെങ്കിലും പബ്ലിക് സ്പേസ് പ്ലേസിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ പ്ലാസ്റ്റിക് പോലുള്ള വേസ്റ്റുകൾ ഇടാൻ പാടില്ല. അത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മളൊരു സിസ്റ്റത്തിനെ കളിയാക്കിയിട്ടോ ആൾക്കാരെ ചീത്ത വിളിച്ചിട്ടോ കാര്യമില്ല. ഞാനും അതിൽ ഉത്തരവാദിയാണ്. എൻ്റെ ഈ സെഷനിൽ ഇരിക്കുന്ന നിങ്ങളെ 28 പേരും ഉത്തരവാദികൾ. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ കൊന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ. എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് മാറേണ്ടി വരും. സോ ഡിസ്ട്രിക്ട് ക്ലൈമറ്റ് ചേഞ്ച് മിഷൻ 38 ജില്ലകളിൽ തമിഴ്നാട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ നോട്ടിലെ ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ്. ഓക്കെ, സോ ലെറ്റ്സ് റിവൈസ്. I'll come from the beginning. In this note, we first talk about the global gender gap index. Then അതുമായിട്ട് ബന്ധപ്പെട്ട points. Second point, we talk about the election symbols. And the third one, we talk about the vaccine, HPV vaccine by the serum. And the fourth one, we talk about the clean energy targets. And the fifth point, we talk about the climate change missions in 38 districts in Tamil Nadu. ഓക്കെ, അപ്പൊ ഈ 5 ഹെഡിങ്ങുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഭരദ്വാജ് മനസ്സിലായോടാ 5 എണ്ണം? ഓക്കെ, പനിയാണോ നിനക്ക്? അല്ലല്ല. ശരി. നീരദ സുരേഷ് മനസ്സിലായോ? ഗുഡ്. നിമിഷ? നിമിഷ PH മനസ്സിലായോ? യെസ്. സാം ഫ്രാങ്കോ? സർ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. നീ എവിടെ പോയായിരുന്നു? ഞാൻ ആ നെറ്റിന്റെ ഇഷ്യൂ കാരണം ക്ലിയർ ആയില്ല ഫസ്റ്റത്തെ ഭാഗം. നോ പ്രോബ്ലം. സോ ഇതിന് റെക്കോർഡർ അവൈലബിൾ ആണ്, അപ്പൊ നീ കേട്ടോ. ഓക്കെ, താങ്ക് യു. നോ പ്രോബ്ലം കേട്ടോ, ഞാനിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ആർ ഹാവിങ് എ യൂട്യൂബ് ലിങ്ക് ഓൾസോ. സിമ്പിൾ ആണ്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വേരിയേഷൻസ്. ഓക്കെ, ഏതൊക്കെ മേഖലയിൽ വേരിയേഷൻസ് ഉണ്ടാവാം? ഓപ്പർച്യൂണിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവാം, എഡ്യൂക്കേഷൻ മേഖലയിൽ വേരിയേഷൻസ് ഉണ്ടാവാം, ഹെൽത്തിൽ വേരിയേഷൻസ് ഉണ്ടാവാം, എംപവർമെന്റിൽ വേരിയേഷൻസ് ഉണ്ടാവാം. അതൊരു ഗ്ലോബൽ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ വ്യത്യാസത്തിനെ അല്ലെങ്കിൽ ആ വ്യത്യാസത്തിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോ രാജ്യങ്ങളിലും ആ വ്യത്യാസം കൂടുതലാണ് കുറവാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണിത്. സോ അത് ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഓരോ രാജ്യത്തിനും അവർ മാർക്ക് ഇടുന്നുണ്ട് 0 to 1 വരെ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ റാങ്കിങ് നോക്കിയാൽ അതില് ലാസ്റ്റ് കണ്ടോ 135 ആണ് 146 രാജ്യങ്ങളിൽ. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് കിട്ടിയിരിക്കുന്നത് ഐസ്ലൻഡ് ആണ്. മനസ്സിലായോടാ?